നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മോളെ വീടാണിത്. അപ്പോൾ 3 മാസത്തിന് ശേഷമുള്ള ഒരു ക്ലീനിങ് ആണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ അടച്ചിട്ടിക്കുകയാണല്ലോ അധികവും. രാത്രി മാത്രം പ്യാപ്പിള ഒന്ന് കിടക്കും, രാവിലെ ജോലിക്ക് പോവും, അങ്ങനെയാണ്. അപ്പോൾ വീടൊന്നും ക്ലീൻ ചെയ്യാനുള്ള ഒരു സമയമൊന്നും ഉണ്ടാവലുമില്ലല്ലോ. അങ്ങനെതാ ഞാൻ പുറത്ത് പുല്ലൊക്കെ പറിക്കാൻ ആളുണ്ട്, അകം ക്ലീൻ ചെയ്യാനും വേറെ ഒരാളുണ്ട്, ഹെൽപ്പിന് ആളുണ്ട്. അപ്പോൾ ഞാൻ കിച്ചനും ഇങ്ങോട്ട് ഏറ്റെടുത്തിക്കാട്ടെ. അവർ മാറാലൊക്കെ തട്ടിയിട്ട് പുറത്തേക്ക് ചണ്ടി ആക്കിയിട്ടിക്കണ്. ഞാൻ അതൊക്കെ കൊണ്ടുപോയി തീയിടേണ്ട പണിയുണ്ട് എനിക്ക്. പിന്നെ അപ്പോഴേക്കും ഞാനിതാ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ അത് അകം തുടയ്ക്കലും പിന്നെ അകത്തിനുള്ള പണികളുണ്ടാവുമല്ലോ, ബാത്റൂം ക്ലീൻ ചെയ്യലും ഫാൻ തുടയ്ക്കലും അങ്ങനെ സോഫ അങ്ങനത്തെ പണികൾ മൊത്തം വേറെ ആളാണ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചന് പിന്നെ നമ്മളെ ഏരിയ ആണല്ലോ, ഇവിടെ ഏത് അടുക്കള ആണെങ്കിലും നമ്മളെ സ്വന്തം സാമ്രാജ്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ അത് മോളതായാലും അവൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മാത്രം ആയിട്ടില്ലല്ലോ, പ്രസവിച്ചിട്ട് 60 ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, മക്കൾ സ്കൂൾ പോകുന്നതും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ടാണ് അവൾ പോകുന്നത്. അപ്പം ഞാൻ വേഗം കുറേ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് അതൊക്കെ ഇനി ഒന്ന് തുടയ്ക്കുകയും കഴുകാനുള്ളത് കഴുകുകയും ഫുള്ള് കംപ്ലീറ്റ് A to Z ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ആ കബോർഡിൻ്റെ ഉള്ളിൽ പകുതിയെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഭാഗം അത്യാവശ്യം നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഓൾ ഇങ്ങോട്ട് വന്നാൽ ഇടയ്ക്ക് കുഞ്ഞു ബേബീനെ കുളിപ്പിക്കാൻ വേണ്ടി വരണമല്ലോ, അപ്പോൾ ക്ലീൻ ചെയ്യാമെന്നുള്ള ആ ഒരു മൈൻഡിലാണ്. ഞാൻ ഓളോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങ് ചെയ്യാം, എന്തായാലും ഓൾ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ ഇപ്പം കഴിയൂലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ വിചാരിച്ചിട്ട് മോനെ കുളിപ്പിക്കാൻ വരുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം മോൾ ഭാഗം ഫുള്ളും തുടച്ചെടുക്കുകയാണ്. ആ കബോർഡിൻ്റെ പുറം ഭാഗവും ആ ഡോറിൻ്റെ ബാക്ക് ഭാഗവും അങ്ങനത്തെ എല്ലാ സൈഡും ഇങ്ങനെ തുടയ്ക്കുകയാണ്. അപ്പോൾ അടച്ചിട്ട് ഉള്ള വീട് എന്തായാലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പൊടിയും ഒക്കെ ഉണ്ടാവും അത്യാവശ്യം എന്തായാലും. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഓവറായിട്ട് ഇല്ലയെന്നേ ഉള്ളൂ, എന്നാലും തരക്കേടില്ലാത്ത അഴുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. പോകുന്നതിന് മുമ്പേ തന്നെ ഞാനിവിടെ വന്ന് കുറേ പാത്രങ്ങളൊക്കെ കഴുകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ പ്യാപ്പനോട് ചോദിക്കുകയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, എന്താണ് സ്ഥിതി എന്നൊക്കെ. അപ്പോൾ അത് റൂഹബ്സൻ്റെ ഇതാണ്, അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി കഴിഞ്ഞാൽ അപ്പോൾ അവൾ കബോർഡിലാണ് വെച്ചത്. അപ്പോൾ കേട് വന്നിക്കണോ എന്നുള്ള സ്മെല്ല് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് പണിക്കുള്ള ഞാൻ അകത്തെ ക്ലീൻ ചെയ്യുന്ന അവർക്ക് ഫുഡ് ഞാൻ വീട്ടിലത്തെ ചായൻ്റെ കടി എടുത്ത് കൊണ്ടുവന്നിക്കുകയാണ്. പിന്നെ ചോറ് വെക്കാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ. ചോറും കറിയൊക്കെ വെക്കുമ്പോഴേക്കും നമുക്കൊരുപാട് ലേറ്റ് ആവും. ഇഡ്ഡലിയും സാമ്പാറും ഇനി, അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് അത് മതി. പിന്നെ അതേപോലെ ഇക്കാകഞ്ഞ് വൈകുന്നേരമേ വരികയുള്ളൂ. പിന്നെ വ്യാപ്പിള ഇവിടെ ആണല്ലോ. അപ്പോൾ എനിക്കും അവർക്കുമുള്ള ക്ലീൻ ചെയ്യുന്ന ആൾക്കുള്ള ചേച്ചിക്കുമുള്ള ഫുഡ് ഹോട്ടലിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ മോൾക്കുള്ളതും അങ്ങനെ ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ഫുഡ് വ്യാപ്പിള വാങ്ങി കൊണ്ടുവന്നിക്കുകയാണ്. അപ്പോൾ വീട് അടച്ചിട്ട് പോകുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് പോവുക. പക്ഷേ തിരിച്ച് വന്നാലും ഒരു 2-3 മാസത്തേക്കൊക്കെ മാസം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ കുപ്പിയും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതാണല്ലോ. അപ്പോൾ വീണ്ടും ഒന്ന് തുടച്ച് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സാധനങ്ങൾ ഫുള്ളും ഫില്ല് ചെയ്യണം. സാധനങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മോൾ വന്നിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്തല്ല കേട്ടോ സാധനങ്ങൾ വാങ്ങിയത്, അതിൻ്റെ പിറ്റേന്നാണ്. ഈ ഒരു ബോട്ടിൽ ഈ ഒരു ജാറ് അത് ആണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഞാൻ വീഡിയോ കാണിച്ചില്ലേ, ഫ്ലിപ്കാർട്ടിലത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് 6 എണ്ണമുള്ള അത് അവളത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അതേപോലത്തെ വേണമെന്ന് വിചാരിച്ച് കുറേ തിരഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയാണ് ഇത് കിട്ടിയത്. പിന്നെ കുറേ പാത്രങ്ങളും കുപ്പികളൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കാനൊക്കെ കാലിയാണ് കേട്ടോ. കുറേ സാധനങ്ങൾ ഞങ്ങൾ മോള് വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഇവിടെ ബാക്കിയുള്ള എന്താ പറയുക കടല ചെറുപയർ ആ മോഡൽ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കാണല്ലോ. പിന്നെ ഫ്രിഡ്ജിൻ്റെ മേലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വെച്ചാൽ അവിടെ നല്ലോണം പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഓരോന്നെടുത്ത് ഒഴിവാക്കിയിട്ട് അങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ അതിലത്തെ കുപ്പിയും പിന്നെ ആ കുപ്പിയിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ആ ഒരു ചെടിയൊക്കെ ഒന്ന് നല്ലോണം കഴുകി അങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്ന കുറേ പണികളാണ്. എന്തായാലും ക്ലീനിങ് തുടങ്ങിയാൽ പിന്നെ എല്ലാം ഉണ്ടാവുമല്ലോ ക്ലീൻ ചെയ്യാനായിട്ട്. ഫ്രിഡ്ജിൻ്റെ മേലുള്ള സാധനങ്ങൾ ഞാൻ ഫുള്ള് ഡൈനിങ് ഹാളിലെ ടേബിളിൻ്റെ മേലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. പിന്നെ അതേപോലെ ഈ ക്യാബിനറ്റിൻ്റെ ഉള്ളിലത്തെ പാത്രങ്ങളും ഫുള്ളും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ കുറേ ഒന്നൊക്കെ കഴുകണം. പിന്നെ മോള് പറഞ്ഞത് പാത്രങ്ങളൊന്നും കഴുകി വെക്കണ്ടെന്ന് അവൾ പറഞ്ഞു. ഇങ്ങനത്തെ ചെമ്പും ചട്ടിയും ഒക്കെ ഉണ്ടാവുമല്ലോ ഡവറുകളൊക്കെ. കാരണം എന്താ വെച്ചാൽ ഓരോന്ന് എടുക്കുമ്പോൾ കഴുകി ഓൾ ഉപയോഗിച്ചോളാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താക്കി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഉൾഭാഗം ഫുള്ള് തുടച്ചിക്കാണ് ക്യാബിനറ്റിൻ്റെ.
പിന്നെ അതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഓഫാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളും പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നാശമായിട്ടൊന്നുമില്ല. തുറന്ന് നോക്കിയപ്പോൾ ഒരു കഴക്കൂല. ഫ്രിഡ്ജിൻ്റെ മോൾ ഭാഗത്താണ് കുറച്ച് പൊടി നിറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കുറേ സാധനങ്ങൾ അവിടെ നിറച്ച് വെച്ചിട്ട് കൊണ്ടാണ് അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഡെയിലി ഓരോ പണി ചെയ്ത് കഴിയുമ്പോഴുള്ള ക്ലീനിങ് പോലല്ല നമ്മൾ അടച്ചിട്ട് വീട് തുറന്നിട്ടുള്ള ക്ലീൻ ചെയ്യൽ. അത് ഇത്തിരി പാട് തന്നെയാണ്. കാരണം അഴുക്കും ചളിയൊന്നും ഉണ്ടാവില്ലെങ്കിലും ഫസ്റ്റ് തൊട്ട് എല്ലാ ഭാഗവും നമ്മളെ കൈ എത്തണമല്ലോ. എല്ലാ ഭാഗത്തും കൈ എത്തിയാൽ തന്നെയുള്ള ഏത് ഭാഗത്താണ് പൊടി ഉണ്ടാകുക ചളി ഉണ്ടാകുക ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ആദ്യം സോപ്പ് ഇതില്ലേ പിന്നെ പാത്രം കഴിക്കുന്ന ലിക്വിഡ് ഇട്ട വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ആദ്യം അങ്ങനെ തുടച്ച് പിന്നെ അതൊന്ന് ഒലുമ്പിയിട്ട് ആ തുണി കൊണ്ട് ഒന്നും കൂടി തുടച്ച് അങ്ങനെ 2 തുടയ്ക്കലാണ് കേട്ടോ അവിടെ തുടച്ചെടുക്കുന്നത് ഞാൻ. ഫ്രിഡ്ജിൻ്റെ മേലുള്ള ആ ഒരു പിന്നെ മാറ്റൊക്കെ ഒഴിവാക്കിയിട്ടോ. അത് എന്താ വെച്ചാൽ അത് ഞങ്ങൾ കഴുകിയാൽ വേഗം കേടായിപ്പോവും. അത് കീറിപ്പോകുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ മേലെ ഒരു ഇതുണ്ടല്ലോ ഒരു പോക്കറ്റൊക്കെ ഉള്ള ടൈപ്പ്. പിന്നെ അത് ആ ബോട്ടിൽ നല്ലോണം ഒന്ന് കഴുകി അതിൻ്റെ ചെടിയൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ മാറ്റിയിട്ട് വേറെ വെള്ളം വെച്ച് ചെടിയും വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു ചെറിയ കബോർഡ് അതിൻ്റെ ഉൾഭാഗം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് മൊത്തം ഗ്ലാസ്സാണ്. അത് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ ആകെ എന്താ പൊട്ടുമോ എന്താ ആവോ ചോദിച്ചിട്ട് അത് തൊട്ടിട്ടില്ല ഞാൻ. അതും ആ താഴെയുള്ള കബോർഡുമാണ് ബാക്കി വെച്ചത്. അപ്പോൾ ഫുള്ള് പണി നമുക്ക് എടുക്കാനും കഴിയില്ല. നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നതാണല്ലോ. പിന്നെ അതാ പ്യാപ്പിള മുന്നിലുള്ള പണിക്കാരന് പിന്നെ ഭക്ഷണം കൊടുത്താണ് കേട്ടോ. ഹോട്ടലിൽ പോയിട്ട് പൊറാട്ടയും മീൻകറിയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പോൾ ഞങ്ങൾക്കും കൂടി ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വിശക്കെങ്കിൽ മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചായ കാച്ചിട്ട് ബാക്കിയുള്ള കട്ടൻ ചായ ഉണ്ടാക്കി പിന്നെ പൊറോട്ടയും കറിയും കൂടി കൊടുത്ത് അങ്ങനെ ഒരു കഴിക്കാൻ പോയിക്കാണ് കേട്ടോ. ഇഡ്ഡലി ആയതുകൊണ്ട് പെട്ടെന്ന് വിശക്കും. പിന്നെ ആ പോരാനുള്ള തിരക്കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യമായിട്ടൊന്നും കഴിക്കുകയില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ തുടക്കിയലൊക്കെ പകുതി മുക്കാലായതിന് ശേഷം പൊറോട്ട കഴിച്ചിട്ടോ ഞാനും ഒരു ചേച്ചിയും കൂടി. പിന്നെ അതാ ജനാല ഈ ഭാഗം ഞാൻ തീരെ ചേച്ചീൻ്റെ കൊടുത്തിട്ടില്ല കേട്ടോ. അവിടെ അവരകത്തന്നെ ഇഷ്ടംപോലെ പണിയുണ്ട്. എല്ലാ ഭാഗവും നനച്ച് തുടക്കുകയും ബാത്റൂം കഴുകുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ അടുക്കള മൊത്തത്തിൽ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ അതാ ജനലിൻ്റെ കമ്പി ഇതാ ഈ ഒരു പുതിയ മോഡലായതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ തുടയ്ക്കാനായിട്ട്. ഞാൻ പറയും പുതിയ വീട് എടുത്തവൾക്കൊക്കെ നല്ല സുഖമാണ് ജനലിൻ്റെ കമ്പി ഉടയ്ക്കുക. പണ്ടത്തൊക്കെ ജനലിൻ്റെ കമ്പി തൊടാൻ കഴിയൂല, ഭ്രാന്ത് പിടിക്കും. അതിന് ഒരുപാട് കള്ളികൾ അന്നൊന്നും എന്തൊക്കെ ഇങ്ങനത്തെ മോഡൽ വരാഞ്ഞെന്ന്. അപ്പം ഞാൻ ആലോചിക്കുന്നത് പുതിയ നല്ല അടിപൊളി വീടുകളൊക്കെ ആണെങ്കിലും ഇത് വീടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഐറ്റംസ് ഏറ്റവും ഉപകാരമായിട്ട് നമ്മൾ സ്ത്രീകൾ എപ്പോഴും നന്ദിയോട് കൂടി പറയുന്ന ഒരു കാര്യമായിരിക്കും ജനലിനുള്ള കമ്പി ഈ ഒരു ടൈപ്പ് ആക്കിയത് കൊണ്ട്. പിന്നെ ആ വലിയൊരു പാത്രമുണ്ട്. ഈ നമ്മൾ അരിയും പൊടിയൊക്കെ ഇട്ടേക്കണ വലിയ ടിന്നുണ്ടല്ലോ ഇതും അതേപോലെ തന്നെ ഒരു മൂന്നെണ്ണം എടുത്തിട്ട് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ കുപ്പിയും ഇതൊക്കെ വെക്കണ ആ പാത്രം പിന്നെ പഞ്ചസാര ചായപ്പൊടി അങ്ങനത്തെ പാത്രം ഒഴിച്ചത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഇതിൽ അവൾ പച്ചരി അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കണ അതാണ്. പിന്നെ വലിയ ബക്കറ്റ് ഉണ്ട് അതിൽ അരി ഉള്ളതിനെ കൊണ്ട് അരി മൊത്തത്തിൽ അങ്ങനെ വടിച്ചെടുത്തിട്ടില്ല ഇനി. പിന്നെ അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് അവിടെ ഒരു കുപ്പി വീണ് പൊട്ടിയത് പൊടീൻ്റെ മഞ്ഞപ്പൊടീൻ്റെ അതിൻ്റെ എന്തോ ഒരു ചെറിയൊരു അംശം ആ മൂലയിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു മഞ്ഞ കളർ പോലെ തോന്നി. അന്ന് കഴുകിയത് ക്ലീൻ ആവാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ എന്താക്കി സോപ്പ് ഇട്ടിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് സ്ക്രബ്ബർ വെച്ചാൽ നല്ല കമ്പീൻ്റെ അല്ല കേട്ടോ സാധാരണ പാത്രം കഴുകണ ടൊരതി പിന്നെ അവിടെ ഒക്കെ പോക്കി പിന്നെ നനഞ്ഞ തുണി എടുത്തിട്ട് തുടച്ചിട്ടോ. പിന്നെ അതേപോലെ തന്നെയാണ് ആ വോൾട്ടയിലും ഞാൻ നല്ലോണം ഒന്ന് തുടയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് പാത്രങ്ങളൊക്കെ ചിലത് പൊടി ഉള്ളതാണ് കേട്ടോ. ഈ പൊടി ഇനിയിപ്പോൾ എടുക്കണ്ടേ എന്നുള്ളൊരു ആലോചനയിലാണ്. സ്മെല്ല് ഇതിനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇത് അരിയാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ആ ഒരു ടിന്നുകളൊക്കെ ഒന്ന് ഞാൻ നനച്ച് തുടച്ചിക്കാണ് കേട്ടോ. പിന്നെ നല്ലോണം സോപ്പിട്ട് കഴുകിയിട്ടൊന്നുമില്ല. പിന്നെ അതാ ബാക്കിയുള്ള അടുപ്പിൻ്റെ നേരെ സൈഡിലുള്ള ആ ഒരു വോൾട്ടയിലും ഇതേപോലെ തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഈ പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ആദ്യം ഒന്ന് ഉരച്ച് ആ പാത്രം എന്തെങ്കിലുമൊക്കെ അടുപ്പത്തു നിന്ന് തെറിച്ചതുണ്ടാവുമല്ലോ. എന്തെങ്കിലും കുറച്ച് ചായയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്യാപ്പിള ഇവിടെ നിന്ന് ഉണ്ടാക്കലുണ്ട്. രാവിലെ ചിലപ്പം ബേബിയും മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് ഓംലേറ്റും കട്ടൻ ചായ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോർലിക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ തെറിച്ചതൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കിയ സോപ്പ് ഇട്ടിട്ട് നല്ലോണം ഉരച്ച് ഇതാക്കിയിട്ട് പിന്നെ നനഞ്ഞ തുണി എടുത്തിട്ട് തുടച്ചിക്കുകയാണ്. അതേപോലെ തന്നെ അടുപ്പും ഇതേപോലെ തന്നെ ഞാൻ കമ്പിട്ട് വരുത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ സോപ്പിട്ട ഈ പിന്നെ പാത്രം കഴുകുന്ന സോപ്പുണ്ടല്ലോ അതിട്ട വെള്ളം കൊണ്ട് തുടച്ച് പിന്നെ നനഞ്ഞ തുണി വെച്ച് തുടച്ച് അങ്ങനെ 2 തുടയ്ക്കലാട്ടോ തുടച്ചത്. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അടുപ്പിൻ്റെ അടിയിലൊക്കെ നല്ലോണം പൊടി ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല ഇതിനെന്താ പൊടി. പിന്നെ അതേപോലെ തന്നെ
നമ്മളുടെ കട്ടിലിൻ്റെ അടിയിലൊക്കെ നമ്മൾ എന്നും അടിച്ചു തരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂലിട്ട് കൊണ്ട് അടിക്കുമല്ലോ. പക്ഷെ വല്ലപ്പോഴും നമ്മൾ ഈ കട്ടിലൊക്കെ ഇങ്ങോട്ട് നീക്കി അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും ഇഷ്ടംപോലെ ചണ്ടികൾ, മുടിയും ഫാൻ്റെ ആ കാറ്റിൽ ഇങ്ങനെ താഴോട്ട് പോകുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ അടുപ്പിൻ്റെ അടിയിലും. നമ്മൾ അടിയിലെ മേശൊക്കെ തുടയ്ക്കണമല്ലോ, എന്നാലും അടുപ്പ് പൊന്തിച്ചാലുണ്ടാവും. പക്ഷേ ഈ ഒരു അടുപ്പുണ്ടല്ലോ 4 ബർണർ വരുന്നത്, അതിപ്പോൾ വരെ ഉള്ള കയ്യിൽ ഇപ്പോൾ കുറച്ചായിട്ടോ. അതിപ്പോൾ വരെ മെഡിക്കൽ ഷോപ്പിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് അവർക്ക്. ഏതോ ഒരു മരുന്ന് കൂടുതൽ എടുത്തിട്ട് വിറ്റിട്ടോ ആ ഒരു കമ്പനി അങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ആ ഒരു അടുപ്പ്. അത് ഇതുവരെ ഒന്നും ആയില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അവർ ക്ലീൻ ചെയ്യുന്ന ആൾ ഒരു റൂം മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത റൂമിലേക്ക് പോരുന്നത് കേട്ടോ. ബാത്റൂം കഴുകലും പിന്നെ എല്ലാ ഭാഗം തുടയ്ക്കലൊക്കെ ചെയ്തിട്ടാണ് അടുത്ത അത് പിന്നെയാണ് ഒരു റൂം ക്ലീനാക്കി മൊത്തത്തിൽ ചെയ്താൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകണ്ടല്ലോ. പിന്നെ അതാ ഞാൻ മുട്ടിട്ട് കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ അവിടെ തുടയ്ക്കുന്നത്. അല്ലാതെ കുഞ്ഞു നിന്നാൽ നടുവേദനിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട് തുടയ്ക്കാൻ. പിന്നെ അതുമല്ല എൻ്റെ ആ ഒരു കബോർഡിൻ്റെ ഡോറ് പോലത്തെ അല്ല കേട്ടോ അത് നല്ലോണം പെട്ടെന്ന് തുടച്ചാൽ അയത്തുമ്പത്തെ പൊടിയോ അഴുക്കൊക്കെ വേഗം പോകുന്നുണ്ട്. എൻ്റെത് മരം ആയതുകൊണ്ട് എന്തോ ഒരു ടൈപ്പ് മരമാണ് കേട്ടോ എൻ്റെത്. അതുകൊണ്ട് ഒരുപാട് നനവറ്റ് തട്ടാനും പറ്റില്ല, പേടിയാണ് അത് പൊളിഞ്ഞിട്ട് പോകുമോ എന്നുള്ളത്. പക്ഷെ ഇപ്പം ഞാൻ എപ്പോഴും ഞാൻ മോളോട് പറയും ഇതേപോലത്തെ നനച്ച് തുടയ്ക്കുമ്പോൾ ക്ലീൻ ആകുന്ന ടൈപ്പാണ് വേണ്ടിയതെന്ന്. അല്ലാത്ത നമ്മൾ മറ്റേ ആ ഒരു വുഡാകുമ്പോൾ നമുക്ക് പേടിയാണ്, നനയ്ക്കാൻ പറ്റുമോ, വെള്ളമായാൽ പ്രശ്നമാവുമോ എന്നൊക്കെ. നമ്മൾ ആ സിങ്കിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഡോർമൽ ഒരു 2-3 വട്ടം തുടയ്ക്കേണ്ടി വന്നു കേട്ടോ. അവിടെ അത്യാവശ്യം ഓരോന്ന് പറ്റി പിടിച്ചൊക്കെ ഉണ്ടേനി. അത് നല്ലോണം ഒന്ന് 2-3 വട്ടം തുടച്ചതിന് ശേഷം തന്നെയാണ് അവിടെ ക്ലീൻ ആയത്. പിന്നെ അത് വൈറ്റ് ടൈലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അഴുക്ക് കട്ടിപ്പിടിച്ച് നിൽക്കണമൊന്നുമില്ല. പിന്നെ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടാൽ പിന്നെ ഒരു തുടയ്ക്കുമല്ലോ. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡോറ് തുടച്ച. ഡോറുമ്മലും അത്യാവശ്യം നല്ലോണം മണ്ണും ചളിയൊക്കെ ആ പുറത്തുനിന്ന് ആ മഴയാണല്ലോ, പുറത്തത്തെ ആ ഒരു ഇതിൽ നല്ലോണം വന്നിക്കണ്. ഈ ആ ഡോർമലേക്ക് ചളി നല്ലോണം തെറിച്ചിക്കണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റാണ് അത് തുടയ്ക്കുക. ഇപ്പം ഞാനിത് അവിടെ ഒന്ന് അടിച്ച് വാരിയിടുകയാണ് കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ടുള്ള മുറ്റടിച്ച് വരാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ മറ്റേ ആ മുറ്റം നന്നാക്കുന്ന ആൾ അങ്ങനെ കൊത്തലും മാന്തലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അവിടെ വേഗം പുല്ല് ഇതാവും. ഞാൻ പറയും നല്ല മണ്ണാന്ന് തോന്നുന്നുണ്ട്, ചുവന്ന മണ്ണാണ് കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പെട്ടെന്ന് ഇത് മുളയ്ക്കും. അപ്പോൾ പിയാപ്പിൾ എപ്പോഴോ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതൊക്കെ ഈ എന്താ പറയുക പുല്ലൊക്കെ പറിച്ച സമയത്ത് വേറെ എന്തോ ഒരു പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ ചെടി മുളയ്ക്കാത്ത സൈസ് എന്തോ സംഭവം ഒഴിച്ചിട്ടുണ്ടേനി. പക്ഷെ എന്നാലും അവിടെ ചെടി വളർന്നിക്കണം കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ മക്കളെ റൂമാണ് കേട്ടോ. അതാ ഈ ഭാഗമൊക്കെ നല്ലോണം എല്ലാ ഭാഗവും ഒക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബാത്റൂമൊക്കെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ, തേച്ച് കഴുകിയിട്ട്. അപ്പോൾ പിന്നെ എല്ലാ ഭാഗവും ഞാൻ പറഞ്ഞില്ല, ആദ്യം ഈ ക്ലീൻ ചെയ്ത് ഈ റൂം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്ത റൂം ക്ലീൻ ചെയ്ത് പിന്നെ ഡൈനിങ് ഹാള് പിന്നെ കൊലായി. 3 മണി ആയപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് പിന്നെ കാക വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.